ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വന്നേക്കുന്നത് 2009 ഡിസയർ ആണ്. പവർ സ്റ്റിയറിംഗിന്റെ കംപ്ലൈന്റ് ആയിട്ടാണ് വന്നത്. സ്റ്റിയറിംഗ് ഫുൾ ടൈറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ മോഡ്യൂളിന്റെ സാധാരണ ഈ മോഡലുകൾക്ക് കൂടുതലും മോഡ്യൂളാണ് കംപ്ലൈന്റ് വരാറ്. പക്ഷെ ഇത് മോഡ്യൂൾ എല്ലാം ചെക്ക് ചെയ്തു. മോഡ്യൂളിന്റെ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം സിഗ്നലും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിന് കംപ്ലൈന്റ് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറാണ് മെയിനായിട്ട് കംപ്ലൈന്റ് കിട്ടിയത്. അപ്പോൾ മോട്ടർ അയച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി മോട്ടർ നോക്കാം. ഇതാണ് കേട്ടോ അതിന്റെ പവർ സ്റ്റിയറിംഗ് മോട്ടർ വരുന്നത്. ഇത് സ്റ്റിയറിംഗ് റാക്കിലാണ് വരിക. സാധാരണ ഇപ്പോൾ ന്യൂ ജനറേഷൻ മോഡലുകൾക്കെല്ലാം വരുന്നത് കോളത്തിൽ തന്നെ വരിക. പക്ഷേ ഈ മോഡലുകൾക്ക് കൂടുതലും റാക്കിലാണ് വരിക. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാം. വെള്ളം കയറി മൊത്തത്തിൽ പോയിരിക്കുക. ഇപ്പം മോട്ടർ കറങ്ങുന്നുണ്ട്, പക്ഷെ സ്പീഡ് തീരെ കുറവാണ്. അതുകൊണ്ടാണ് സ്റ്റിയറിങ് കൂടുതലും ഹാർഡായിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. റാക്കും അഴിച്ചു നോക്കണം. റാക്കിലും ചിലപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ റാക്കും അഴിച്ച് ക്ലീൻ ചെയ്ത് മാക്സിമം ഇത് റിപ്പയർ ചെയ്യണത് നല്ലത്. ഇപ്പോൾ കണ്ടിട്ട് മാറ്റണതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ കാർബൺ ബ്രഷൊക്കെ മാറ്റിയിട്ട് റിപ്പയർ ചെയ്യാറുണ്ട്. ഇത് അവസ്ഥ ഇത്തിരി മോശമാണ് ഇതിന്റെ. അപ്പോൾ ഇത് നോക്കിയിട്ട് പറയാം. ഇനി പവർ സ്റ്റിയറിംഗിന്റെ വയറിങ്ങും കാര്യങ്ങളും ചെക്ക് ചെയ്തത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരും.